ഓക്കെ, അങ്ങനെ നമ്മൾ സെല്ലിൻ്റെ ഔട്ടർ കവറിങ്ങിനെ പറ്റി പഠിച്ചു. സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെല്ലിൻ്റെ കവറിങ് എന്താണെന്ന് പഠിച്ചു. നമ്മുടെ സെൽ വോൾ ഉണ്ട്, ആർക്ക്? പ്ലാന്റ് സെൽസിന് എക്സ്ട്രാ കവറിങ് ആണ് സെൽ വോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകാം. സെല്ലിൻ്റെ ഔട്ടർ കവറിങ്ങിൽ നിന്നുകൊണ്ടുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. ഇനി സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസ് കഴിഞ്ഞാൽ ഈ സെല്ലിൻ്റെ അകത്ത് പിന്നെ എന്താ ഉള്ളത്? സൈറ്റോപ്ലാസം. ഇതെന്താണ്? ഒരു സെമി ഫ്ലൂയിഡ്, ഒരു ജെൽ കൺസിസ്റ്റൻസി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഈ സൈറ്റോപ്ലാസം ആണ് എന്ത്? നമുക്ക് വേണമെങ്കിൽ ഒരു മെട്രിക്സ് ആണെന്ന് പറയാം. ഈ സൈറ്റോപ്ലാസത്തിലാണ് എന്തുള്ളത്? ന്യൂക്ലിയസ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെൽ ഓർഗനൽസ്, ദാറ്റ് ഡിവിഷൻ ഓഫ് ലേബർ ആർക്കാണുള്ളത്? ഈ സൈറ്റോപ്ലാസത്തിലാണ് ഉള്ളത്. നമ്മൾ നേരത്തെ നമ്മുടെ റെസ്പിറേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ, ആ ഗ്ലൂക്കോസിനെ 3 കാർബൺ മോളിക്യൂൾ ആവുന്ന പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ഓർഗനൽസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഒരുപാട് മെറ്റീരിയൽസ് വേറെ ഉണ്ട്, ഓർഗനൽസും അതുപോലെ തന്നെ ചില ഫംഗ്ഷൻസും പ്രോസസ്സും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇനി ഈ സൈറ്റോപ്ലാസത്തിനെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ സൈറ്റോപ്ലാസത്തിനെ കാണുന്നത്? ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഒരു ഒനിയൻ സെല്ല് ഞാൻ എടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒനിയൻ ബൾബ് എടുത്തു, അതിൻ്റെ അന്നൊരു ചെറിയ സ്ലൈസ് ഞാൻ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. ഒരു ചെറിയ വളരെ തിന്നായിട്ടുള്ള ഒരു 1 സെൽ തിക്നെസ് ഉള്ള ഒരു ചെറിയ സ്ലൈസ് ഞാൻ എടുത്തു. ഞാൻ അതിനെ സ്റ്റെയിൻ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് സ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്? അയോഡിൻ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്. എന്തിനാണ് ഞാൻ അയോഡിൻ സൊല്യൂഷൻ എടുക്കുന്നത്? സ്റ്റാർച്ച് ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അയോഡിൻ സൊല്യൂഷൻ. എന്തിനാ അയോഡിൻ സൊല്യൂഷൻ? ബ്ലൂ കളർ സ്റ്റെയിനിങ് എനിക്ക് കിട്ടും. എവിടെ? നമ്മുടെ സെൽ മെംബ്രെയിനിലും ആ ന്യൂക്ലിയസിൻ്റെ അവിടേക്ക് എനിക്കൊരു ബ്ലൂ കളർ സ്റ്റെയിനിങ് കിട്ടും. ഇതല്ലെങ്കിൽ എനിക്ക് മെത്തിലിൻ ബ്ലൂവോ സാഫ്രനിൻ സൊല്യൂഷനോ ഒക്കെ എനിക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ അയോഡിൻ സൊല്യൂഷനാണ് എടുത്തത്, സ്റ്റാർച്ച് ടെസ്റ്റിന് ഉപയോഗിക്കുന്നത്. കാരണം സ്റ്റാർച്ച് എന്ന് പറയുന്നത് കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, സ്പ്രിംഗ് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഈ സ്റ്റാർച്ചിലേക്ക് അയോഡിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അയോഡിൻ ആറ്റംസ് വളരെ വലുതാണ്. ഈ അയോഡിൻ ആറ്റംസ് എന്ത് ചെയ്യും? ഈ കോയിൽസിൻ്റെ ഇടയിൽ പോയി ട്രാപ്പ് ആകും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്റ്റെയിനിങ്, അയോഡിൻ്റെ ആ കളർ എനിക്ക് എന്ത് ചെയ്യാം? സ്റ്റാർച്ച് ഉള്ള സ്ഥലത്തൊക്കെ എനിക്ക് കാണാം. ഇനി ഇവിടെ ഞാൻ അയോഡിൻ്റെ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ല് എനിക്ക് കാണാമെന്ന് പറഞ്ഞല്ലോ. ഇനി ഇതുപോലെ ഞാനൊരു സെല്ലിനെ കാണുമ്പോൾ വളരെ ലൈറ്റായിട്ട് സ്റ്റെയിനിങ് ഉള്ള ഒരു സ്ഥലമായിരിക്കും എന്ത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് സ്റ്റെയിനിങ് ഉള്ള ഒരു സ്ഥലമായിരിക്കും സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇനി ഈ സൈറ്റോപ്ലാസത്തിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ എന്താണ് പറഞ്ഞത്? ഓർഗനൽസിനെ പറ്റി പറഞ്ഞു അല്ലേ? സൈറ്റോപ്ലാസത്തിൽ ഓർഗനൽസ് ഉണ്ട്. എന്താണ് ഈ ഓർഗനൽസിന്റെ പ്രത്യേകത? ഓരോരുത്തർക്കും ഓരോ ഫംഗ്ഷൻസ് ആണ്, ഓരോ ഓർഗനലിനും ഓരോ ഫംഗ്ഷൻസ് ആണുള്ളത്. സൈറ്റോപ്ലാസത്തിലുള്ള മെയിൻ സെന്റർ ന്യൂക്ലിയസിനെ പറ്റി നമ്മൾ ഇനി പറയും. അപ്പൊ അതിന് മുമ്പായിട്ട് ഓർഗനൽസിനെ പറ്റി അറിഞ്ഞിരിക്കുക. ഈ ഓർഗനൽസിനെ പറ്റിയുള്ള ഡിസ്കഷനിലാണ് നമ്മൾ പ്രോകാരിയോട്സിനെയും യൂകാരിയോട്സിനെയും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പ്രോകാരിയോട്സ് യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കാരിയോ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസ്. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡെവലപ്ഡ് അല്ലാത്ത ഒരു ന്യൂക്ലിയസ് ആണ്. യൂകാരിയോട്സ് ആണെങ്കിലോ വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ആണ്. എന്താണ് ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത്? വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ട്രൂ ന്യൂക്ലിയസ്. യു എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ എന്നാണ് അർത്ഥം. അപ്പൊ യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ ട്രൂ ന്യൂക്ലിയസ്. എന്താണ് ഈ ട്രൂ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിൾ ആണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അത് യൂകാരിയോട്ട് ആണ്. ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ള ആളുകളെ യൂകാരിയോട്ട് എന്നും ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത ആൾക്കാരെ പ്രോകാരിയോട്സ് എന്നും വിളിക്കും. അപ്പൊ ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലെങ്കിൽ ഈ ന്യൂക്ലിയസ് എങ്ങനെയാണ് സൈറ്റോപ്ലാസത്തിൽ ഇരിക്കുന്നത്? ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരിക്കും അത്. അതൊരു ഏരിയ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഒരു സ്ട്രക്ചർ ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം മെംബ്രെയിൻ ബൗണ്ടഡ് അല്ല. ഇനി യൂകാരിയോട്സിൽ എന്താണ്? മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഇനി ഇത് മാത്രമാണോ ഡിഫറൻസ്? അല്ല, ഓർഗനൽസ്. എല്ലാ ഓർഗനൽസും ആർക്ക് ഉണ്ടാവില്ല? പ്രോകാരിയോട്സിന് ഉണ്ടാവില്ല. അപ്പൊ നോട്ട് ഓൾ ഓർഗനൽസ് ആർക്കില്ല? പ്രോകാരിയോട്സിനില്ല. അതുപോലെ തന്നെ യൂകാരിയോട്സിനാവുമ്പോഴോ എല്ലാ ഓർഗനൽസും ഉണ്ടാവും. ഓൾ ഓർഗനൽസ് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. ഇനിയോ ഓർഗനൽസിന് മെംബ്രെയിൻ ഉണ്ടാവും. മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസ് എന്നാണ് പറയുക. ഓരോ ഓർഗനൽസ് ഉണ്ട്, ഓരോ ഡിവിഷൻ ചെയ്യുന്ന ഓരോ ലേബറും ചെയ്യുന്ന ഓരോ ഫംഗ്ഷനും ചെയ്യുന്ന ഓരോ ഓർഗനൽസിനും അവരും മെംബ്രെയിൻ ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ഓർഗനൽസ് ഉണ്ടാവുള്ളൂ. ഇനി ആ ഉള്ള ഓർഗനൽസ് എന്താണ്? നോട്ട് മെംബ്രെയിൻ ബൗണ്ടഡ്. ഇവരാണെങ്കിലോ യൂകാരിയോട്സ് ആണെങ്കിൽ എല്ലാം എന്താണ്? മെംബ്രെയിൻ ബൗണ്ടഡ് ആയിരിക്കും. എല്ലാ ഓർഗനൽസും മെംബ്രെയിൻ ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രോകാരിയോട്സും യൂകാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് സൈറ്റോപ്ലാസത്തിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം സൈറ്റോപ്ലാസത്തിലാണ് ഈ ഓർഗനൽസ് ഒക്കെ ഉള്ളത്. അപ്പോൾ സൈറ്റോപ്ലാസത്തിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഒന്നുമില്ല. അതിലുള്ള ഓർഗനൽസിനെ ബേസ് ചെയ്തിട്ടും അതിനെ ന്യൂക്ലിയസിന്റെ മെംബ്രെയിനും വെച്ചിട്ടാണ് ഞാൻ എന്ത് പറയുന്നത്? പ്രോകാരിയോട്സിന്റെയും യൂകാരിയോട്സിന്റെയും ഡിഫറൻസ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു അയോഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് സ്റ്റെയിനിങ് ഉള്ള ഒരു സ്ഥലമായിരിക്കും എന്ത്? നമ്മുടെ സൈറ്റോപ്ലാസം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ സൈറ്റോപ്ലാസത്തിലും ഓർഗനൽസിലുമായിട്ട് അറിഞ്ഞിരിക്കാനുള്ളത്.